എന്തുകൊണ്ടാണ് എണ്ണവില ഇന്ത്യയിൽ കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരം ഗവൺമെന്റ് പറയുന്ന കാര്യം ഇതാണ്: എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനായിട്ട് വലിയ നിക്ഷേപം നടത്തണം ഗവൺമെന്റിന്. റോഡ്, പാലം, നമ്മൾ സോക്കോൾഡ് കക്കൂസ് അല്ലെ, ഇതിനൊക്കെ പൈസ വേണം. ആ പൈസ കണ്ടെത്താൻ പറ്റുന്നില്ല. നികുതി പിരിച്ചെടുക്കുന്നതിൽ ഇന്ത്യയിലെ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റും വലിയ വിജയമല്ല. നികുതി പിരിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭരണ നൈപുണ്യം. ഇന്ത്യ പേര് കേട്ടിട്ടുള്ളത് നികുതി ഒഴിവാക്കൽ, ടാക്സ് ഇവേഷൻ, ടാക്സ് അവോയ്ഡൻസ്. അതിനാണ് ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയിലെ സംസ്ഥാന ഗവൺമെന്റുകളും പേര് കേട്ടിട്ടുള്ളത്. കാരണം ഭരണം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ആസ് യു തിങ്ക്. പൊട്ടൻഷ്യലായിട്ട് കിട്ടാനുള്ള നികുതികൾ യഥാർത്ഥത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും കാര്യമില്ല. പക്ഷെ ഒരിക്കലും അങ്ങനെ കിട്ടില്ല. നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ പ്രസരണ നഷ്ടം എന്ന് പറയുമല്ലോ. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇലക്ട്രിസിറ്റിയും ഒരുപാട് ഇലക്ട്രിസിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു പറയുന്നത് പ്രസരണ നഷ്ടം, കണ്ടക്ഷൻ ലോസ്. അതിനേക്കാൾ വൻതോതിലാണ് നമുക്ക് റിയലൈസ് ചെയ്യേണ്ടുന്ന നികുതിയുടെ വളരെ കുറച്ച് ശതമാനം മാത്രമാണ് സർക്കാരുകൾ റിയലൈസ് ചെയ്യുന്നത്. അതിന് എഫിഷ്യൻസി ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പ്രധാനമായിട്ട് അവർ ആശ്രയിക്കുന്നത് എളുപ്പം കിട്ടാനുള്ള ഒരു നികുതി, പിരിച്ചെടുക്കാൻ എളുപ്പമുള്ള ഒരു നികുതി, വെറുതെ വാ തുറന്നിരുന്നു കഴിഞ്ഞാൽ വായിലേക്ക് വന്ന് വീഴുന്ന ഒരു നികുതി. അതാണ് എണ്ണ നികുതിയും മറ്റേ നികുതി, പിന്നെ ലോട്ടറി നികുതി. ഈ 3 നികുതി വെച്ചാണ് ഒരാൾ രാജ്യം ഭരിക്കുന്നതെങ്കിൽ അയാൾ ഭരണപരമായി വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരാളാണ്. അത് സംസ്ഥാനത്തിലായാലും കേന്ദ്രത്തിലായാലും. കാര്യം ഇറ്റ്സ് ആൻ എനിബഡി ക്യാൻ ഡു ജോബ്.